ഹായ്, വെൽക്കം ബാക്ക് ടു ഷീബാസ് കുക്കറി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഉന്നക്കായയുടെ റെസിപ്പിയാണ്. ഇതൊരു പോപ്പുലർ മലബാർ സ്നാക്കാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. ഉന്നക്കായ പ്രിപ്പയർ ചെയ്യാനായിട്ട് അധികം പഴുക്കാത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തക്കയാണ് യൂസ് ചെയ്യേണ്ടത്. ഏത്തക്ക ഇങ്ങനെ 2-3 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഏത്തക്ക വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു സ്റ്റഫിംഗ് അല്ലെങ്കിൽ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചോപ്ഡ് കാഷ്യൂസും റേസൻസും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് കാർഡമ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ജാഗ്രി സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ ഡേറ്റ്സ് ഗ്രൈൻഡ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജാഗ്രി സിറപ്പ് ഒഴിച്ചിട്ട് 1-2 മിനിറ്റും കൂടെ സോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് അല്ലെങ്കിൽ സ്റ്റഫിംഗ് റെഡി ആയി കിട്ടും. ഇനി നേരത്തെ വേവിക്കാൻ വെച്ച ഏത്തക്ക എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കിൻ പീൽ ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേളിലായിട്ട് എന്തെങ്കിലും നാരുണ്ടെങ്കിൽ അതും കൂടെ എടുത്തു മാറ്റാം. അടുത്തതായിട്ട് ഇതിൻ്റെ നടുക്കുള്ള അരിയും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഏത്തയ്ക്ക് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കാം. ഉന്നക്കായ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏത്തപ്പഴം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ അരിപ്പൊടിയോ മൈദയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അത്ര അധികം പഴുക്കാത്ത ഏത്തക്ക യൂസ് ചെയ്യുന്നത്. അതിനൊപ്പം അതിൻ്റെ നാരും അരിയൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു സ്മൂത്ത് ഡോ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഉന്നക്കായ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഈ കുഴച്ച് വെച്ച് ഏത്തക്കയിൽ നിന്ന് ചെറിയൊരു ലെമൺ സൈസ് പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്റ്റഫിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം. ഇൻ കേസ് മാവിന് അത്ര പിടുത്തം പോരെങ്കിൽ 1-2 സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇൻ കേസ് നിങ്ങൾക്കിത് ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് എയർ ഫ്രൈയും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഉന്നക്കായ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനാവും. എന്നിട്ട് നിങ്ങൾക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഓൺലി തിങ് അത്ര അധികം പഴുക്കാത്ത ഏത്തക്ക വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ആ ഫ്രൈ ചെയ്ത ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും പിന്നെ അതിൻ്റെ അകത്തുള്ള സ്റ്റഫിങ്ങും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് ഉന്നക്കായക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. So do try this recipe and let me know your feedback in the comment section below. And follow Sheba's Cookery World for more such interesting recipes.